പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താനാലിൽ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നീ സ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിച്ചു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവ
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്ക് രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ മിശിഹായേ, നിന്റെ തിരുനാമത്തിൽ ഒന്നിച്ചുകൂടി നിന്നെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ബലഹീനരായ ഞങ്ങളെ നീ യോഗ്യരാക്കി. രക്ഷാകരമായ സന്ദേശം ലോകമെങ്ങും അറിയിക്കുവാൻ സ്ലീഹന്മാരെ നിയോഗിച്ച കർത്താവേ, നിന്റെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്ത് ലോകത്തിൽ നിന്റെ പ്രേക്ഷിതരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാൻ തിരുനാമം പറ്റിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിനുമെന്നെന്നും. മമ നാഥാനിൻ മഹിമയ്ക്കളറിയില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കുറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സർവസ്വഭാവികങ്ങളും നന്മകളും നിറഞ്ഞ് മുഴുവൻ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും പരിശുദ്ധാവുമാകുന്നു. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക്
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിപ്പാടിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സംപ്രീതനായ വസിക്കുന്ന വർഷത്തിനും ശുശ്രൂഷനുമലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രാഹാം സാറായെപ്പറ്റി വിലപിച്ചു. മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്. മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക. ഹിത്യർ അവരോട് പറഞ്ഞു, പ്രഭു കേട്ടാലും, അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കുകയില്ല. മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിൻ്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക. അവൻ മക്ബലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകട്ടെ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാകൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ
പിതാവിനും സുതനും റോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, സങ്കീർത്തനങ്ങൾ 106 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആശീർവദിച്ചാലും. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും ദൈവത്തിൻ്റെ കാരുണ്യവും. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു. ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു. ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരകത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹ പൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്ന് നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടി
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്നവരും വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. അവനെ ഒരു അശുദ്ധാത്മാ പിടികൂടുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുന്നത് വരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അതവനെ വിട്ടുമാറുന്നുമില്ല. അതിനെ പുറത്താക്കുവാൻ ഞാൻ നിൻ്റെ ശിഷ്യരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. യേശു പ്രതിവേദിച്ചു, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അഭിനന്ദിയ ജോസഫ് അണ്ടാശ്ശേരി പിതാവേ, ഇതിൻ്റെ UK KCCയുടെ ഭാരവാഹികളെ, സംഘാടകരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഈ യൂറോപ്യൻ കൺവെൻഷൻ്റെ മൂന്നാമത് കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ ഇതിനു മുമ്പായ രണ്ടാമതും ഒന്നാമത്തെയും കൺവെൻഷനിൽ പങ്ക് ചേർന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്ത ദിവസങ്ങളെ ഓർക്കുകയാണ്. ആദ്യം വിയന്നയിൽ വെച്ച്, അതിനുശേഷം റോമിൽ വെച്ച്, ഇപ്പോൾ ലണ്ടനിൽ വെച്ച്, അല്ലെങ്കിൽ ബ്രഹ്മഹാമിൽ വെച്ച്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കൺവെൻഷനിലെ തേർഡ് യൂറോപ്യൻ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. തികച്ചും ചാരിതാർത്ഥ്യത്തോടു കൂടിയും നന്ദിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നന്ദി സംഘാടകരെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യമായി I wish all success for this convention, and that we may come a little more closer to our culture, definitely, and also to our faith. ഇതിൻ്റെ മുഖ്യ വിഷയം, the theme for this is വിശ്വാസവർഷ സഭയിലൂടെ, സമുദായത്തിലൂടെ. Pope Benedict XVI, when he inaugurated the Year of Faith, I also happened to be in Rome. I had gone there also to participate in a meeting of the Jesus Youth, Global Jesus Youth. They were discussing about the formation of the Jesus Youth. And when he inaugurated this, he intended that നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴമായി വിശ്വാസത്തെ അറിയണം. നമ്മുടെ വിശ്വാസത്തിനനുസൃതമായി നമ്മൾ ജീവിക്കണം. നമ്മുടെ വിശ്വാസത്തെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കണം. To know our faith deeply, to live our faith authentically, and to share our faith joyously. This was the intention of the Church of Holy Father Pope Benedict XVI when he inaugurated, or when he started the Year of Faith. And hopefully, when we finish the Year of Faith on 25th of November this year, on the feast of Christ the King, something of this sort should have achieved. ആ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ കൺവെൻഷൻ വളരെ അർത്ഥവത്താണ്. വളരെ ആ തീം എടുത്തത് വളരെ ഉചിതമാണ്. ബിക്കോസ് നമ്മൾ സാധാരണ കുർബാനയിലും മറ്റവസരങ്ങളിലുമൊക്കെ
we recite the creed, the I believe. വിശ്വാസ ഘോഷണം നമ്മൾ ചെയ്യാറുണ്ട്. സാധാരണ കുർബാനയിലും പ്രത്യേകിച്ച് ആഘോഷമായ കുർബാനകളിലും ഞായറാഴ്ചകളിലും ഒക്കെ സുറാനി കുർബാനയെ സംബന്ധിച്ചിടത്തോളം വിശേഷത അതാണ്. In Latin Rite we don't recite the creed except on big days and Sundays. But we believe we recite the creed on every day. നമ്മൾ എന്താണ് റിസൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാമോ? We recite a long prayer, ഒരു ലോങ് പ്രാർത്ഥന നമ്മൾ റിസൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് മിക്കവാറും എല്ലാവർക്കും തന്നെ അത് മനഃപ്പാഠമാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ത്രിയേക ദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നു, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ അല്പം കൂടെ അഗാധമായി പഠിക്കണം. അതിനുവേണ്ടി സഭ പല പല കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വേരിയസ് വേസ് വേർ വി നീഡ് ടു നോ our faith a little more deeply. What are we actually believing in? Is what we believe in is only a rubrics? Is only a kind of a ajaram? But do we really believe? Do we really understand deeply the faith that we live? And we are very happy. Today, as I was traveling with a family, Anchi, her name, she's here. She said, she was told in our hospital, you are a very lucky person, you are a very blessed person, you believe in, you are a member of the Catholic Church. People give credit to us because we are Catholics, and we have an added credit that we belong to a particular community. We rejoice and we are happy, and we should be happy. Not merely only that. When people credit us being Christians, Catholics, and belonging to Granite community, it's a challenge. It's a big challenge. Are we living up to that credit, or we enjoy being a member of this community and live as it were the way we want? So സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ വിശ്വാസത്തെ അല്പം കൂടെ ആഴത്തിൽ അറിയണം. ആൻഡ് ആ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് അതിൻ്റെ ക്രെഡിബിളായിട്ടുള്ള വ്യക്തികളായിട്ട് ജീവിക്കണം. To live our life authentically. ഒത്തിരി ചാൻസസ്, ഒത്തിരി വേസ് ആൻഡ് മീൻസ് വി ഹാവ് ടു എക്സ്പ്രസ് ടു ലിവ് അവർ ഫെയ്ത്ത് ഒത്തൻറ്റിക്കലി. wherever we work, wherever we study, wherever we travel, and especially in our families. Are we living credibly, authentically our life of being Christian faith in our prayer life? എത്രമാത്രം നമ്മുടെ കുടുംബങ്ങളിൽ പണ്ടൊക്കെ നേരത്തെ മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രം നോട്ട് ഓൺലി സൺഡേ കുർബാനയ്ക്ക് മാത്രമല്ല, വീക്ക് ഡേ കുർബാനയിലും രാവിലെയും പ്രത്യേകിച്ച് വൈകുന്നേരമുള്ള പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം മഹത്വം നമ്മൾ കൊടുത്തിരുന്നു. ഒരു കത്തോലിക്ക വീടാണ്, സമുദായം വീടാണെന്ന് മനസ്സിലാക്കുന്നത് വൈകുന്നേരത്തെ പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെ ഒരു കത്തോലിക്കനാണെന്നുള്ള വിശ്വാസം മറ്റുള്ളവർ മുമ്പാകെ കൊടുക്കുന്നത് സൺഡേ കുർബാനയിലൂടെ. ദാറ്റ്സ് വാട്ട് വെൻ കുർബാനയുടെ സമയത്ത് അച്ഛന്മാർ വൈദിക മേലധ്യക്ഷൻ പറയാറുണ്ട്, ദ ഹോളി മാസ് ഇസ് എ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ഒരു പഹച്ചാൻ, ഹിന്ദിയിൽ പറയുന്ന ഒരു ശബ്ദം, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇസ് ഇൻ അവർ സെലിബ്രേഷൻ ഓഫ് ദ മാസ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്നത്തെ നാളത്തേക്ക് ഈ ആഘോഷങ്ങളെ കൺവെൻഷൻ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് മാസ്. കുർബാന, നമ്മൾ കുർബാനയിൽ ഒത്തിരി മഹത്വം കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. And definitely because the Holy Eucharist is the source and summit of Christian life. അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ ആ വിശ്വാസത്തിന് അനുസരണമായി to live our life authentically, there are a lot of chances. And we also are called to share that joy, that വിശ്വാസം joyously, സന്തോഷത്തോടെ. ഞാൻ ചിലപ്പോൾ കുർബാനയുടെ മധ്യത്തിൽ, ലത്തീൻ കുർബാനയുടെ മധ്യത്തിൽ ഒരു കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് പറയാറുണ്ട്, give peace to each other, and I add give peace to each other and give a smile to each other, because we are living very sort of morose life. We are not actually happy, we are not joyful. If we are told you are lucky, you are a blessed,
we credit you being a Christian, being a Catholic, being a member of this community. There should be joy in us, smile in our faces, and joy in our hearts, and joy in our body. That's why sometimes we say, please share the peace with a smile. And that's quite different when you share somebody peace with a smile. Then we smile and we are happy, and people look at us joyously. They are happy to give peace to each other. സാരാംശത്തിൽ ഇന്നത്തെ എനിക്ക് ഈ പ്രത്യേക അതേപ്പറ്റിയാണ് സുവിശേഷത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്വളിപ്പിക്കുക. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പലരും നൊവേനകളില്ലാറുണ്ട്. അൽഫോൻസാമ്മയുടെ അവിടെ പോകാറുണ്ട്, തോമാസ് ലേയുടെ അവിടെ പോകാറുണ്ട്, പല നൊവേനുകളും പല പ്രാർത്ഥനകളും ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ചോദിക്കുന്നവരുണ്ട്. മേ ബി ദ ആൻസർ ഈസ് ദാറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസത്തോടുകൂടിയല്ല പ്രാർത്ഥിക്കുന്നത്. അഗാധമായ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ യഥാർത്ഥ വിശ്വാസത്തെ ശരിക്കും മനസ്സിലാക്കുവാനും ആ വിശ്വാസത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുവാനും ആ വിശ്വാസത്തെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സഭ ആഗ്രഹിക്കുന്ന വിശ്വാസ വ്യവസ്ഥയിൽ അത് നമ്മുടെ എൻ്റെയും ജീവിതത്തിൽ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില നിശ്ചയങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ദൃഢനിശ്ചയങ്ങൾ. ആ നിശ്ചയങ്ങൾ ചെയ്യുന്ന ഒരു അവസരം കൂടിയായി ഈ കൺവെൻഷൻ കാണുകയാണ്. ഈ തീം എടുത്തുകൊണ്ട് മാത്രമല്ല, തീം നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകണം. ഡെഫിനറ്റ്ലി നമ്മുടെ കൾച്ചറിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കൾച്ചറിലൂടെ മറ്റുള്ളവരെയും വിശ്വാസത്തിൽ ആനയിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ പറ്റിയാൽ അഗാധമായി മനസ്സിലാക്കി അനുസൃതമായി ജീവിച്ച് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹമായി നമ്മൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുർബാന വേണ്ടി പ്രാർത്ഥിക്കാം. കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം ക്രമീകരിക്കുവാൻ വേണ്ടി മുൻഭാഗത്ത് ഒരു പാത്രത്തിൽ ഓസ്തി വച്ചിരിക്കും. കുർബാന ഇന്ന് സ്വീകരിക്കുന്ന ആളുകൾ ആ ഓസ്തി പാത്രത്തിൽ നിന്ന് ഓസ്തി എടുത്ത് മറ്റ് നമ്മൾ കുർബാനയ്ക്ക് കുദാശ ചെയ്യപ്പെടുന്ന ആ കുസ്തോതിയിലേക്ക് ഓസ്തി ഇടുമ്പോൾ കൃത്യമായിട്ട് എണ്ണം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ മുന്നോട്ട് വന്ന് കുർബാന സ്വീകരിക്കുന്ന ആളുകൾ ഒരു പാത്രത്തിലുള്ള ഓസ്തി മറ്റു പാത്രത്തിലേക്ക് നിക്ഷേപിക്കുക, കുസ്തോതിയിൽ നിക്ഷേപിക്കുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയും കൂടി നിന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെയും ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയാടെ തീക്ഷ്ണതയും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മല വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ച സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭാധ്യക്ഷനുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മാത്യു മെത്രാനിയും ജോസഫ് മെത്രാനിയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടെ വാനമേഖലയിൽ ആഗതമാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, പ്രേക്ഷിത ചൈതന്യത്താൽ പ്രേക്ഷിതരായി നിനക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. ഞങ്ങളെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഇസ്രയേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ്റെ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെയാകത്തുന്ന എൻ സ്നേഹരൂപനേ. ഇസ്രയേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമോത്തിട പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും. ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോ
നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നും നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നും നീക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കൊണ്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാമുദ്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രികന്മാർ, മെത്രാന്മാർ, നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും